മെയ് 23 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 21 20 മുതൽ 25 വരെ വാക്യങ്ങൾ. 1849 റോമ നഗരം ഉപരോധത്തിലായിരുന്നു. മഹാനായ ഇറ്റാലിയൻ ദേശസ്നേഹിയായ ഗാരിബാൾഡി ഇറ്റലിയിലെ യുവാക്കൾക്ക് ഒരു പരസ്യ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. വിശപ്പും ദാഹവും കഷ്ടപ്പാടും മരണവുമല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ തങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ചേരണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ജനങ്ങളുടെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. ഒത്തിരി പേർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയത് ഇത്തരത്തിലുള്ള വെല്ലുവിളിയായിരുന്നു. യേശു പത്രോസിനോട് ആവർത്തിച്ചത് ഇതാണ്: നമ്മെ തന്നെ ത്യജിക്കാനും നമ്മുടെ കുരിശെടുക്കാനും യേശുവിൽ ദൃഷ്ടി പതിപ്പിച്ച് സ്ഥിരോത്സാഹത്തോടെ നമ്മുടെ ഓട്ടം ഓടാനുമുള്ള ആഹ്വാനത്തെക്കുറിച്ച് ഇത് ഓർമ്മപ്പെടുത്തുന്നു. താരതമ്യങ്ങളോ ശ്രദ്ധാവൈകല്യങ്ങളോ മൂലം സ്വാധീനിക്കപ്പെടുന്നതിന് പകരം ക്രിസ്തുവിനൊപ്പമുള്ള നമ്മുടെ വ്യക്തിപരമായ നടത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ സന്ദേശമാണ് ഈ വാക്യങ്ങൾ പ്രതിധ്വനിക്കുന്നത്. യോഹന്നാൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പത്രോസിൻ്റെ ജിജ്ഞാസ മറ്റുള്ളവരുടെ ഭാവിയിൽ യാത്രകളിൽ മുഴുകുന്നതിന് പകരം സ്വന്തം പാതയിൽ പ്രതിജ്ഞാബദ്ധത പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ യേശു പത്രോസിനെ പ്രേരിപ്പിക്കുന്നു. ആധുനിക ലോകത്തിലെ താരതമ്യത്തിൻ്റെയും മത്സരത്തിൻ്റെയും അസ്വസ്ഥതകൾക്കിടയിൽ നമ്മുടെ വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്കും ദൈവവുമായുള്ള ബന്ധത്തിനും മുൻഗണന നൽകുന്നതിനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ ഭാഗം പ്രവർത്തിക്കുന്നു. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ അവരെ പിന്തുടരുന്നത് കണ്ടു എന്ന വാചകം യേശുവും യോഹന്നാനും തമ്മിലുള്ള അതുല്യമായ ബന്ധത്തെ അടിവരയിടുന്നു. ഇത് ദൈവവുമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കാവുന്ന അടുത്ത ബന്ധത്തെ പ്രതീകപ്പെടുത്തുന്നു. കർത്താവേ, അവൻ്റെ കാര്യമോ എന്ന പത്രോസിൻ്റെ ചോദ്യം ബാഹ്യ സാഹചര്യങ്ങളിൽ ആശ്വാസമോ സാധുതയോ തേടിക്കൊണ്ട് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു. ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ അതിന് നിനക്കെന്താണ് എന്ന യേശുവിൻ്റെ പ്രതികരണം നമ്മുടെ യാത്രകൾ വ്യത്യസ്തവും ലക്ഷ്യബോധവുമുള്ളതാണെന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വ്യക്തിഗത പദ്ധതിയിൽ വിശ്വസിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.